കഷായത്തില് വിഷം കൊടുത്ത് ഷാരോണിനെ കൊന്നത് കേരളത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു. പാറശാലയിലെ ഗ്രീഷ്മ എന്ന പെൺകുട്ടി അവരുടെ അടുപ്പമുണ്ടായിരുന്ന ഷാരോണും ഒന്നിച്ച് പഠിച്ച വിദ്യാർത്ഥികളായിരുന്നു. ഗ്രീഷ്മയ്ക്ക് ജാതകദോഷമുണ്ടെന്നും ആദ്യത്തെ ഭർത്താവ് വാഴുകയില്ലെന്നൊക്കെ ഉള്ള വിവരം കിട്ടിയനുസരിച്ച് ഷാരോണ് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലാതെ വന്നപ്പോൾ കഷായത്തിൽ വിഷം ചേർത്ത് കൊന്നു എന്നാണ്. ഏതായാലും ഗ്രീഷ്മയും ഗ്രീഷയുടെ അമ്മ സിന്ധുവിനെയും അമ്മാവൻ നിർമ്മൽ കുമാറിനെയും അന്ന് അറസ്റ്റ് ചെയ്തു. ഷാരോൺ 14ാമത്തെ ദിവസം മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുകയുണ്ടായി. ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി ഗ്രീഷ്മയ്ക്കെതിരായിട്ട് കുറ്റച്ചാർജ് കൊടുക്കുകയും ചെയ്തു. ഗ്രീഷ്മ 11 മാസം കഴിഞ്ഞപ്പോൾ ജാമ്യത്തിൽ പോയി. ഇപ്പം ഗ്രീഷ്മ ഹൈക്കോടതിയിലെ ജാമ്യത്തിന് പോയപ്പം തന്നെ ചില വാദഗതികൾ ഉയർത്തിയിരുന്നു. അത് ഹൈക്കോടതി തള്ളുകയും ചെയ്തു. അതേ വാദഗതി ഉയർത്തിക്കൊണ്ട് ഗ്രീഷ്മ സുപ്രീം കോടതിയിൽ പോയതായിട്ടാണ് അറിയുന്നത്. അഡ്വക്കേറ്റ് ശ്രീറാം പാറേക്കാട്ട് മുഖേന സുപ്രീം കോടതിയിലെ ഒരു വാദഗതി ഉന്നയിച്ചത് ഒരു ടെക്നിക്കൽ വാദഗതിയാണ്. ക്രൈംബ്രാഞ്ച് DYSP കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റച്ചാർജ് കൊടുത്തെങ്കിലും അദ്ദേഹം SHO അല്ല, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ല, ഒരു പോലീസ് സ്റ്റേഷനിലെ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥനല്ല. അതുകൊണ്ട് ഈ കുറ്റച്ചാർജ് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് വാദഗതി. അത് ഹൈക്കോടതി പറഞ്ഞതാണ്. അതവിടെ നിലനിന്നില്ല. വീണ്ടും അത് സുപ്രീം കോടതി പോയി അതേ വാദഗതി ഉന്നയിച്ചിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് DYSPക്ക് ഒരു കുറ്റച്ചാർജ് കൊടുക്കാൻ അധികാരമല്ല. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷന്റെ SHO അല്ല. ഇതാണ് ആ ടെക്നിക്കലായിട്ടുള്ള കാര്യം. എന്നാൽ ക്രൈംബ്രാഞ്ചിലെ ഏത് കേസ് വന്നാലും ആ ക്രൈംബ്രാഞ്ച് അത് രജിസ്റ്റർ ചെയ്യും. അതിൻ്റെ FIR, പുതിയ FIR കോടതിക്ക് കൊടുക്കും. കാരണം അവിടുത്തെ SHOയ്ക്ക് അധികാരമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ആ FIR ക്രൈംബ്രാഞ്ചിലെ DYSP അത് രജിസ്റ്റർ ചെയ്യുന്നത്. ഞാൻ ആ പോസ്റ്റിൽ കുറേ നാളുകൾ ഇരുന്നതാണ്. ആ പോസ്റ്റിൽ കുറേ അധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പല കേസും കുറ്റച്ചാർജ് കൊടുത്തിട്ടുണ്ട്. അവരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാദഗതികൾ സാധാരണ എല്ലാവരും ഉന്നയിക്കുന്നതാണ് ബാലിശമായ വാദഗതികളാണ്. ഒരു SHOയുടെ എല്ലാ പവറുകളും ആ ബ്രാഞ്ചിലെ DYSPക്കുണ്ട്. അവിടെ അത് ആ DYSP ആ കേസ് രജിസ്റ്റർ ചെയ്യും. ആ DYSP കീഴിൽ അല്ലെങ്കിൽ ആ DYSPയുടെ മേലധികാരിയായ ADGPയോ DGP ക്രൈംബ്രാഞ്ചിന്റെ കീഴിൽ കേരളത്തിൽ എവിടെയുള്ള ക്രൈംബ്രാഞ്ച് DYSPക്ക് അത് അന്വേഷിക്കാനുള്ള അധികാരം ആ SHO കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി ഓരോ കേസിനും ചാർജ് ഷീറ്റ് കൊടുക്കുന്നത്. ഇവിടെ അത് SHO അല്ല എന്നുള്ള ടെക്നിക്കലായിട്ടുള്ള ഒരു വാദഗതി ഉന്നയിച്ചിട്ടാണ് തൻ്റെ കേസ് നിലനിൽക്കത്തില്ല എന്ന വാദഗതിയുമായി സുപ്രീം കോടതിയിൽ ഇപ്പം ഗ്രീഷ്മ പോയിരിക്കുന്നത്. വളരെ ബാലിശമായ വാദഗതിയായിപ്പോയി. അതിന് വലിയ പ്രാധാന്യമില്ല. പക്ഷേ അവർ 3 പേരും 1, 2, 3 കക്ഷികളായിട്ടാണ് സുപ്രീം കോടതിയിൽ അവർ ഈ വാദഗതിയായിട്ട് പോയത്. കാരണം 3 പേരും പ്രതികളാണ്. എന്തായാലും ആ കേസിന്റെ ട്രയൽ ഇനി ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പ് ഇതുപോലെ കേസ് നിലനിൽക്കുന്നതല്ല, ആ കുറ്റച്ചാർജ് നിലനിൽക്കുന്നതല്ല എന്ന് കരുതി ഇപ്പോൾ ഈ വാദഗതി ഉന്നയിക്കുന്നത്. കേരളത്തിലെ ഇവരുടെ ഈ കേസിനകത്ത് ആ പെൺകുട്ടി ഇയാൾ ഒഴിഞ്ഞു മാറില്ല എന്ന് കണ്ടപ്പോൾ ആ പെൺകുട്ടിക്ക് മറ്റൊരു പട്ടാളക്കാരൻ്റെ നല്ലൊരു വിവാഹം വന്നപ്പോൾ ജാതകത്തിലെ വിശ്വാസമുള്ള അവര് ആദ്യത്തെ കല്യാണം കഴിക്കുന്ന ഭർത്താവ് മരിക്കും, മരണപ്പെട്ടു പോകും എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ മരിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് കഷായത്തിൽ വിഷം ചേർത്ത് അയാളെ കൊലപ്പെടുത്തിയത്. അത് അന്വേഷണ ഉദ്യോഗസ്ഥനും നമുക്കും എല്ലാം ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. ആ കുറ്റച്ചാർജാണ് ഇനിയിപ്പോൾ ട്രയൽ തുടങ്ങാൻ പോകുന്നത്. അതിൽ സുപ്രീം കോടതിയിൽ ആ ഗ്രീഷ്മയുടെ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചിട്ട് അത് തള്ളിക്കളയുമെന്നാണ് ഞാൻ കരുതുന്നത്.